LPG പ്രതിസന്ധിക്കിടെ വിപണിയിൽ വൻ കൊള്ള. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. വിപണിയിൽ 1800 രൂപ വില വരുന്ന 17 കിലോഗ്രാമിന്റെ LPG സിലിണ്ടറിന് കരിഞ്ചന്തയിൽ നേരെ ഇരട്ടി 3500 രൂപ വരെയാണ് വില. 800 രൂപ വില വരുന്ന 2 കിലോ തൂക്കം വരുന്ന LPG സിലിണ്ടർ 1100 രൂപയ്ക്കാണ് നൽകുന്നത്. ഇത്തരം സിലിണ്ടറുകളെയാണ് ഹോട്ടൽ, മത്സ്യത്തൊഴിലാളികൾ, തട്ടുകടക്കാർ എന്നിവർ ആശ്രയിക്കുന്നത്. കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ കടകളിൽ റിപ്പോർട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം, അതിനുശേഷം വാർത്തയിലേക്ക് വരാം. അല്ല അതല്ല അത് വീട്ടിലേക്കൊക്കെ പറ്റുന്ന ടൈപ്പാണ്. എത്ര കിട്ടും? വീട്ടിലേക്ക് കുറച്ചല്ല പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അടുത്ത പറയാൻ പറ്റില്ല. അടുത്ത ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ്. ഹൗസ് വാമിംഗ് ഇവിടെ ഉണ്ടാവോ? അടുത്ത ആഴ്ചത്തേക്ക് ഉണ്ടാവോ? വലിയ വിലയാണ്. 800 രൂപയ്ക്ക് കൊടുക്കേണ്ടത് 1100. ഈ സിലിണ്ടറുകൾ കച്ചവടം ചെയ്യുന്നവർക്കാണ്. അവർ ഇതിനകത്ത് ഇടനില നിന്ന്, കമ്പനികളുമായിട്ട് ഇടനില നിന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തുക ഈടാക്കുന്നത്. 800 രൂപയുടെ ചെറിയ ഗ്യാസ് സിലിണ്ടറിന് 1100 രൂപ, 17 കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറിന് 3500 രൂപ എന്ന മട്ടിലാണ് ഇപ്പോൾ വാങ്ങുന്നത്. പലപ്പോഴും പലരും പൈസ കൊടുക്കാൻ തയ്യാറാണ്, റെയ്ഡുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും. പക്ഷേ ആളുകൾ ഇത് വാങ്ങി വെച്ച് കച്ചവടം നടത്തുന്നു. അത് അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് കച്ചവടക്കാരെ സംബന്ധിച്ച്. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ ചില ഓയിൽ ഗ്യാസ് കമ്പനികൾ, ഏജൻസികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു കരിഞ്ചന്തയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഷാഹിദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷാഹിദ് റഹ്മാൻ, വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. ഈ പ്രതിസന്ധി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏജന്റുമാരുണ്ട്, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. വിപണിയിൽ ഇപ്പോഴും ഈ വാണിജ്യാവശ്യത്തിനുള്ള ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 17 കിലോഗ്രാം സിലിണ്ടർ 3500 രൂപയൊക്കെ കൊടുത്താൽ കിട്ടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ, അല്ലേ? നേരെ ഇരട്ടിയാണ് വില ആവശ്യപ്പെടുന്നത്. കരിഞ്ചന്തയിൽ ഇപ്പോഴും ലഭ്യമാണോ ഈ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ, ഷാഹിദ് റഹ്മാൻ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ അത് എല്ലായിടങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് ചില ആളുകൾ തുറന്ന് സമ്മതിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ആവശ്യക്കാരാണെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് നൽകാൻ നമുക്ക് തയ്യാറാണ്. മാത്രവുമല്ല, ഇത്രയും അധികം ക്ഷാമം വിപണിയിലും ഒപ്പം തന്നെ വീടുകളിലും ഈ ഹോട്ടലുകളിലുമൊക്കെ അനുഭവിക്കുന്ന ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ എത്ര സിലിണ്ടർ വേണം എന്നുള്ളത് അവർ എത്തിച്ചു തരാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള. ഞാൻ അടുത്ത ഞായറാഴ്ചത്തേക്ക് വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ വേണം എന്നുള്ളതായിരുന്നു ഈ കടക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ആ ഘട്ടത്തിൽ പറഞ്ഞത് 3 ദിവസത്തിനകം ഇത്തരം സിലിണ്ടറുകൾ എത്തിച്ചു നൽകാം എന്നുള്ളതാണ്. അത് എത്ര സിലിണ്ടർ വേണം, നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണ് എന്ന കാര്യം അവർ അറിയിച്ചാൽ മതി. അതിന് അവർ ഫോൺ നമ്പറും അതുപോലെ തന്നെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നു. അതിൽ നാളെ കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്തരം ആവശ്യമുള്ള സിലിണ്ടറുകൾ എത്തിക്കാം എന്നുള്ളതാണ്. അതിന് 3000 മുതൽ എന്നാ പറഞ്ഞത്, 3000 മുതൽ 4000 വരെയുള്ള ഈ റേഞ്ചിലുള്ള ഏത് രൂപ വേണമെങ്കിലും അവർ ഈടാക്കുന്നത് അവർ പറയുന്നതാണ് പണം. അതിന് കൃത്യമായിട്ട് ഒരു തുകയോ അല്ലെങ്കിൽ ഇത്ര രൂപ ഈടാക്കണമോ എന്നില്ല. അവരെത്രയാണോ പറയുന്നത് അത് നമ്മൾ കൊടുത്ത് വാങ്ങണം എന്നുള്ളതാണ്. നമ്മൾ മത്സ്യത്തൊഴിലാളികളുമായിട്ടും ഹോട്ടലുകാരുമായിട്ടും ഒപ്പം തന്നെ ഈ തട്ടുകട നടത്തുന്ന ആളുകളുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് മറ്റു വഴികളില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പണം കൊടുത്ത ഇത്തരത്തിൽ വാങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചെന്ന സമയത്ത് ഈ ചെറിയ സിലിണ്ടറുകൾ, അതായത് 2 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ അവിടെ യഥേഷ്ടമുണ്ട്. അത് നമുക്ക് അപ്പോൾ തന്നെ ചെന്ന് വാങ്ങാം. പക്ഷെ വലിയ സിലിണ്ടറുകൾ വേണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തിനകം, അതായത് 3 ദിവസം എന്നാണ് പറയുന്നത്, ആ 3 ദിവസത്തിനകം അവർ നമുക്ക് എത്തിച്ചു നൽകും എന്നുള്ളതാണ്. അതാണ് ഈ 1800 മാക്സിമം പോയി കഴിഞ്ഞാൽ 2000 രൂപയൊക്കെ ആകാറുള്ളൂ. ആ സിലിണ്ടറാണ് ഇരട്ടി വിലയ്ക്ക്, അതായത് 3000, 3500, 4000 രൂപ വരെയുള്ള വിലക്ക് ഇത്തരം സിലിണ്ടറുകൾ വിൽക്കുന്നത്. അതേസമയത്ത് ഈ 800 രൂപക്ക് ഈ ചെറിയ
ഈ തോണിയിലൊക്കെ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ലോറിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, കൂടാതെ ചെറിയ തട്ടുകട നടത്തുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഈ ചെറിയ സിലിണ്ടറുകൾ വാങ്ങാറുള്ളത് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് സാധാരണഗതിയിൽ വിപണിയിൽ ഏകദേശം 800 അല്ലെങ്കിൽ 700 രൂപയൊക്കെയാണ് സാധാരണഗതിയിൽ ഈടാക്കാറുള്ളത്. ആ സിലിണ്ടറിനാണ് ഇത്തരത്തിൽ 1100 രൂപ ഈടാക്കുന്നത്. അത് എത്ര തന്നെ പരിശോധനയുണ്ട് എന്ന് പറഞ്ഞാലും, എത്ര തന്നെ ഇത്തരത്തിൽ റെയ്ഡുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും, ഇത്തരം ഇടങ്ങളിൽ ഇപ്പോഴും ഇത് സുലഭമായിട്ട് ലഭിക്കുന്നു. ഇരട്ടി വിലയിലാണ് ഇത് വിൽപ്പന നടത്തുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് ഇത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷാഹുർ റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വാർത്ത എത്തിച്ചത്. നമ്മൾ പലയിടങ്ങളിലും ഇത്തരമൊരു അന്വേഷണം നടത്തിയപ്പോൾ കരിഞ്ചന്ത വ്യാപകമാണ് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. ചില ഹോട്ടലുകാർ പറയുന്നത് ഇപ്പോൾ ഈ കരിഞ്ചന്തയിൽ കിട്ടുന്നത് എടുത്ത് വെച്ചാൽ പോലും റെയ്ഡ് നടക്കുന്നത് കൊണ്ട് അതത്ര സേഫ് അല്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് അതുണ്ട്, അത്തരം കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഹോട്ടലുകാരെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം അവരെ സംബന്ധിച്ച് തൊഴിലാളികൾ പോകണം, അവരുടെ ജീവിതം നോക്കണം, അവിടെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ എവിടുന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന മട്ടിലാണ്. പിന്നെ ചിലരൊക്കെ ഗ്രാമങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് പാചകം ചെയ്ത് ഭക്ഷണം നഗരങ്ങളിലെ ഹോട്ടലുകളിലേക്ക് എത്തിക്കും. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി, ഒന്ന് റീഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഗ്യാസ് ഉപയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറേണ്ടി വരും. സാഹചര്യം മാറുമ്പോൾ നമുക്ക് പഴയ പോലെ രാജകീയമായി ജീവിക്കാൻ പറ്റത്തില്ലല്ലോ.